മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായില്ലേ നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്തിട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ തന്നെ ചെയ്തിടാന്ന്. ഫസ്റ്റ് ഞാൻ ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ബയോട്ടിക്കിൻ്റെ ടോണറാണ് കേട്ടോ. ഈ ഒരു ബയോട്ടിക്കിൻ്റെ ടോണർ ചില സ്കിൻ ടൈപ്പിനൊന്നും സ്യൂട്ട് ആവത്തില്ല, പക്ഷേ എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടായിട്ടുള്ളൊരു ടോണറാണ് ഈ ഒരു ബയോട്ടിക്കിൻ്റെത്. പിന്നെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും, ഞാൻ 2 ടോണേഴ്സാണ് മാറി മാറി യൂസ് ചെയ്യുന്നത്. ഒന്ന് ബയോട്ടിക്കിൻ്റെതും പിന്നെ ഒന്ന് ആൽകുഡ്നസിൻ്റെതും. എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന 2 ടോണേഴ്സാണ് അത് രണ്ടും. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് സെറ ആണ്. ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സെറ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആവാനും നമ്മുടെ ഫേസിൽ വന്ന പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സെറ ആണ് ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സെറം. മോയ്സ്ചറൈസറായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒലയുടെ മോയ്സ്ചറൈസറാണ്. നിങ്ങൾ ഫെയർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ക്രീം തന്നെയാണ് ഈ ഒലയുടേത്. ഇതിൻ്റെ നൈറ്റ് ക്രീമും കിട്ടും. രണ്ടും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും. ഞാനിപ്പം നൈറ്റ് ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്, ഡേ ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ വേറെ പ്രൊഡക്റ്റൊക്കെ മാറി മാറി യൂസ് ചെയ്തപ്പം ഈ ഒരു ഒലയുടെ ക്രീം അങ്ങ് നിർത്തി. ഇപ്പോൾ വീണ്ടും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒലയുടെ ക്രീം. അതിനുശേഷം സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻ ഉണ്ട്. അതിലൊരെണ്ണമാണ് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ. വേറൊന്നുമല്ല, പെട്ടെന്ന് സ്കിന്നുമായിട്ട് അബ്സോർവ് ആവുകയും പിന്നെ നമുക്ക് റീഅപ്ലൈ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു സൺസ്ക്രീനൂടാണ് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്ട്രോബ് ക്രീമാണ് കേട്ടോ. ഇത് എൻവൈബയുടെ സ്ട്രോബ് ക്രീമാണ്. നമ്മൾ ഈ ഒരു സ്ട്രോബ് ക്രീം കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഫുൾ ആയതുപോലെ തോന്നും. വേറൊന്നുമല്ല, ഈ ഒരു സ്ട്രോബ് ക്രീം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ഈ ബ്ലഷൊക്കെ ഇല്ലേ, ബ്ലഷൊക്കെ ഇട്ട് ആ ഒരു ഫീല് പോലെ ഇരിക്കും. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു സ്ട്രോബ് ക്രീം. അതിനുശേഷം ഞാനൊരു ലിപ് ബാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എൻവൈബയുടെ ടിൻറ്റഡ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ്. അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാസിൻ്റെ ക്രയോൺ ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്, ഐ ലവ് യു മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കുറേ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക് ഏതാന്ന്. പക്ഷേ ഞാൻ എല്ലാ വീഡിയോയിലും മെൻഷനും ചെയ്യും. പിന്നെ ഞാൻ എൻവൈബയുടെ കാജൽ വെച്ചിട്ട് 2 കണ്ണും എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഐഷാഡോ ആണ് ഇടുന്നത്. ഈ ഒരു ഐഷാഡോ പാലറ്റ് എൻ്റെ അല്ല കേട്ടോ. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഉത്സവ സമയത്ത് എടുത്തതാണ്. ആ സമയത്ത് കിങ്ങിണി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കിങ്ങിണി ചേച്ചിയുടെ ഐഷാഡോ പാലറ്റാണ്. അപ്പോൾ കുറച്ച് പട്ടിഷോ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഞാൻ ഐഷാഡോ പാലറ്റ് എടുത്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് കണ്ണ് എഴുതി കൊടുക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ മേക്കപ്പ് വീഡിയോയിലും പറയാറുള്ളതാണ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനറും പിന്നെ ലിപ്സ്റ്റിക്കും. ഈ ഐലൈനർ ഷിങ്കാറിൻ്റെ ഐലൈനറാണ് കേട്ടോ. നല്ല ഡാർക്ക് കളറാണ്. പിന്നെ ഒരു കാര്യമുള്ളൂ, മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കിനും കണ്ണിൽ നിന്ന് പോവാൻ ഭയങ്കര പാടാണ്. അതിനുശേഷം മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മാസിൻ്റെ മസ്കാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ്. സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സജഷൻസ് ആയിട്ട് പറഞ്ഞോ. അടുത്ത ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഞാൻ അത് മാറ്റി വീണ്ടും വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതിടം വരെ എല്ലാവർക്കും ബൈ ബൈ.